ഗൈസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സമ്മതിക്കുന്ന ഇടങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നോവ സദോയ് എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന താരത്തെ പറ്റിയിട്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു കളി ശൈലിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തെ പറ്റിയിട്ട്, ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന് നല്ലതോ, ഇങ്ങനെയുള്ള വിഷയങ്ങളോ. ഈ സീസണിലേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം സ്റ്റാറ്റ് വൈസ് നോക്കുമ്പോൾ 16 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളും 5 അസിസ്റ്റുമാണ്. പ്ലെയർ ഓഫ് ദി മാച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ കിട്ടിയിട്ടുള്ള താരം നോവ സദോയ് തന്നെയാണ്. സോ അങ്ങനത്തെയുള്ള ഫാക്ടേഴ്സൊക്കെ നിലനിൽക്കുമ്പോഴും ഇങ്ങനെ ഒരു ഡിസ്കഷൻ എന്തുകൊണ്ട് വരുന്നു? എസ്പെഷ്യലി കഴിഞ്ഞ 2 മാച്ചസിലെ പ്രകടനം, അദ്ദേഹത്തിൻ്റെ ശൈലിയൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഞാൻ ഈ പറയുന്നൊരു കാര്യം ചിലപ്പോൾ ഒരു പോപ്പുലർ അല്ലെങ്കിൽ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും. എന്താണെങ്കിലും സ്ട്രിക്ട്ലി ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എന്നുള്ളത് ഞാൻ ആദ്യമേ പറയും. നോവയുടെ സോഫാറുള്ള കളികൾ കണ്ടിട്ടുള്ളൊരു അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോവ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ നമ്മളൊരു വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നൊരു കാര്യം തന്നെ ആദ്യം പറയാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ഉള്ള ഒരു പൊസിഷനായിരുന്നു ലെഫ്റ്റ് വിങ്. അവിടേക്കാണ് ഇത്രയും ഒരു ഹൈ പെയ്ഡ് ആയിട്ടുള്ളൊരു താരത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. സോ ഐമൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് സീസൺ, നന്നായിട്ട് പെർഫോം ചെയ്തു വന്ന. അതുപോലെ ഈ സീസണിൽ ഐ ലീഗിൽ നിന്ന് ഒരു ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയിട്ടുള്ള അമാവിയെ ടീമിലെത്തിച്ചു. വികാസ് സിംഗ് ലാസ്റ്റ് സീസണിൽ ഐ ലീഗിൽ മുഹമ്മദിന് വേണ്ടി നന്നായിട്ട് കളിച്ച് അവർ ISLലേക്ക് എത്തിച്ചതിലൊരു മികച്ച പ്രകടനം നടത്തിയൊരു താരമാണ്. അതുപോലെ ബ്രൈസ് മിറാണ്ട ഉണ്ടായിരുന്നു. ഇതിൽ അവസാനം പറഞ്ഞ 2 താരങ്ങൾ ലോണിൽ സമ്മറിലും വിൻ്ററിലും ആയിട്ട് പോയി. പിന്നെ ഐമനും അമാവിയായിരുന്നു ആ ലെഫ്റ്റ് വിങ് പൊസിഷനിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലും നോവ സദോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരത്തെ ടീമിൽ എത്തിച്ചിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം, നമുക്ക് ഒരു പ്രശ്നമുള്ള മേഖല ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നൊരു ഏരിയയാണ്. അവിടെ ഇന്ത്യൻ പ്ലെയർ എന്ന നിലയിൽ ആകെ പറയാനുള്ളത് ഫ്രെഡി മാത്രമാണ്. അപ്പോൾ അവിടെ ഒരു ഫോറിൻ റിക്രൂട്ട് വേണം എന്നുള്ളൊരു ആവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിലും നമ്മൾ നോവയാണ് സൈൻ ചെയ്ത് ഇത്രയും ഇന്ത്യൻ പ്ലെയേഴ്സ് ഉള്ള ഒരു മേഖലയിലേക്ക് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നോക്കാം, ആ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറയേണ്ട ഒരു ആവശ്യകതയില്ല. അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ നോവ ഈ ടീമിൽ കളിക്കുമ്പോൾ ആസ് എ ടീം പ്ലെയർ എന്ന നിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബാലൻസും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാൻ എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. ഞാനൊരു ഫുട്ബോൾ അനലിസ്റ്റോ അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല. ഫാൻ എന്ന നിലയിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവുള്ള ചില കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അതിൻ്റെ റീസൺസ് ഞാൻ ചിലത് പറയും. ഇപ്പോൾ നോവയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി എന്ന് പറയുന്നത് ഈ സീസണിൽ നമ്മൾ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒരു ലെഫ്റ്റ് സൈഡ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കളി. ഇപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ നിന്ന് ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ നമുക്ക് ഗുണമുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഫാക്ടർ അറിയാം. പക്ഷേ എന്താണ് നമ്മളുടെ ഒരു അറ്റാക്കിംഗ് പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആരാധകരുടെ ഇടയിൽ തന്നെ ഒരു സ്ലോഗൻ ഉണ്ട്, പാസ്റ്റ് നോവ ആൻഡ് പ്രേ എന്ന് പറയുന്ന. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ നമ്പേഴ്സും ഗോൾസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഒരു ടീം ഗെയിം എന്ന നിലയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് വരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആസ് ആൻ ഇൻഡിവിജ്വൽ പ്ലെയർ അദ്ദേഹം ഒരു ഗ്രേറ്റ് പ്ലെയർ തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ ലൂണ എന്ന് പറയുന്ന ഒരു താരം നമുക്കറിയാം ഒരു ടീം ഗെയിമിന് പറ്റിയിട്ടുള്ളൊരു പ്ലെയറാണ്. നമ്മൾ ലൂണ ഡയാസായിട്ട് കളിക്കുമ്പോഴും അൽവാറോ ആയിട്ട് കളിക്കുമ്പോഴും ദിമിയായിട്ട് കളിക്കുമ്പോഴും മറ്റ് പല പ്ലെയേഴ്സുമായിട്ട് കളിക്കുമ്പോഴും അദ്ദേഹം പാസ് ചെയ്ത് ആ ഒരു ടീം പ്ലേയിൽ നിന്ന് മനോഹരമായിട്ടുള്ള മൊമെൻറ്റ്സ് അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്ത് 1-2-1 കളിച്ചിട്ടുള്ള എതിർ ടീമിൻ്റെ ഡിഫൻസിന് ബ്രേക്ക് ചെയ്തെന്നുള്ള മുന്നേറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യം നമുക്ക് നോവ സദോയ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ മറ്റു പല പ്ലേയേഴ്സ് ഇപ്പോൾ പെപ്പറയായിട്ടോ അല്ലെങ്കിൽ കോറുസിങ്ങായിട്ടോ വരെ നമ്മൾ അങ്ങനത്തെ മൊമെൻറ്റ്സ് കണ്ടിട്ടുണ്ട്. ഇപ്പം നോവയിലേക്ക് ഒരു പാസ് വന്നു കഴിഞ്ഞാൽ അതിലൊരു പ്രഡിക്റ്റബിലിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് തിരിച്ച് പാസ് പെട്ടെന്ന് ക്വിക്കിലി റിലീസ് ചെയ്യുന്നൊരു പരിപാടി നോവയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ പറഞ്ഞൊരു പ്രഡിക്റ്റബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോവയ്ക്ക് പാസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, അദ്ദേഹം ഒരു ഇൻസൈഡ് വരുന്നതിനേക്കാൾ കുറച്ച് വൈഡ് ആയിട്ടുള്ള റൺസ് ആയിരിക്കും നടത്തുന്നുണ്ടാകുക. അതിനുശേഷം അദ്ദേഹം ഒരു ഫസ്റ്റ് ടൈം പാസ് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് മിക്കവാറും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ആ ഒരു വൈഡ് എക്സ്ട്രീമിലേക്ക് പോയതിന് ശേഷം അദ്ദേഹം കട്ട് ചെയ്ത് വരാനുള്ളൊരു ശ്രമങ്ങളാണ്. സോ അത് ആദ്യമൊക്കെ കുറേയൊക്കെ വർക്കൗട്ട് ആകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഒപ്പോണൻസിന് ഈ ഒരു പ്രൊഡിക്റ്റബിലിറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നുള്ളത് അറിയത്തില്ല. ഇപ്പോൾ 1-2 ഡിഫൻസ് അദ്ദേഹത്തെ ക്ലിയർ ആയിട്ട് അത് പൂട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു പ്രൊഡിക്റ്റബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അത് കുറേ നാൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ഡിഫൻസ് വീക്കാണ്, നമ്മുടെ ഗോൾ കീപ്പിംഗ് പെർഫോമൻസ് എത്ര ഇതാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് മോസ്റ്റ് നമ്പർ ഓഫ് ഗോൾസ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ സാഹചര്യത്തിലാണ് ഇപ്പം നോവ നമുക്ക് ഗോളുകളൊക്കെ തരുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നവും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഡിഫൻസീവ് വർക്ക് റേറ്റും മോശമാണ്. ഇപ്പം ഒരു വിങ് ബാക്ക് അദ്ദേഹത്തിൻ്റെ സൈഡിൽ കളിക്കുന്ന പ്ലെയർ ഒരു അറ്റാക്കിങ് ഓവർലാപ്പിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ
പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊരു പ്രശ്നമാണ്. ആ ഒരു വർക്ക് റേറ്റ് അദ്ദേഹം ഇടില്ല. സോ നമുക്ക് കൂടുതലും ലെഫ്റ്റ് സൈഡിൽ കൂടെ പറഞ്ഞ പോലെ കൗണ്ടർ സിറ്റുവേഷൻസ് വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്ന ഒപ്പോണൻസ് നടത്തുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതും ഒരു പ്രശ്നം തന്നെയാണ്. എഗെയിൻ ഞാൻ ആവർത്തിക്കുന്നു, ഇദ്ദേഹം ഒരു ടോപ്പ് പ്ലെയർ തന്നെയാണ്. ഇപ്പം നമുക്ക് യൂറോപ്പിലേക്ക് ചില സാഹചര്യത്തിലേക്ക് പോലും ചില ടോപ്പ് പ്ലെയേഴ്സ് ആയിരിക്കും, അവരൊരു എലൈറ്റ് പ്ലെയേഴ്സ് ഒക്കെ ആയിരിക്കും, പക്ഷേ അവർ ചില സമയത്ത് ടീമിനൊരു ബാധ്യതയായി മാറുന്ന സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണോ ബ്ലാസ്റ്റേഴ്സിൻ്റെ സിറ്റുവേഷനിൽ നോവയെ പറ്റിയും പറയേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തെ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ പ്ലേസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇപ്പം മിഡ്ഫീൽഡിൽ ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡർ വരിക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാഹചര്യമാണ്. ഇപ്പം ഡൂസൻ നമ്മുടെ ടീമിലേക്ക് വന്നു. അപ്പം അദ്ദേഹം ആ പൊസിഷനിൽ കളിച്ചു കഴിഞ്ഞാൽ ആരെ ആയിരിക്കും ഇവിടുന്ന് എടുത്ത് മാറ്റുക? നോവ, ലൂണ, ഇതിൽ ഏതെങ്കിലും ഒരു താരത്തെ നമുക്ക് മാറ്റിയല്ലേ പറ്റുള്ളൂ. അപ്പം അവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. ഇപ്പം ഡൂസനെ കളിപ്പിക്കുന്നു, ഡൂസൻ വിവിൻ കളിക്കുന്നു, ലെഫ്റ്റിൽ നമുക്ക് ഐമാൻ ഓർ അമ്മാവിയെ ചൂസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇത്രയും ഫോമിൽ നിൽക്കുന്ന നോവയെ പോലത്തെ ഒരു പ്ലെയറെ പെട്ടെന്ന് ഒരു കോച്ച്, അതിപ്പോൾ ഇൻ്ററിം കോച്ചായിട്ടുള്ള ആളുകളാണ് നിൽക്കുന്നത്, അങ്ങനെ വന്ന് ഒഴിവാക്കിയിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. സോ ഇതാണ് നമ്മളിപ്പം സീസണിൻ്റെ തുടക്കം തൊട്ടേ പറയാൻ തുടങ്ങിയത്. ഇപ്പം നമ്മൾ ഒരു ഗ്രേറ്റ് പ്ലേയേഴ്സിനെ നമ്മൾ ടീമിൽ എത്തിക്കുക എന്നതിനപ്പുറത്തൊരു ബാലൻസ്ഡ് സ്ക്വാഡ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് എപ്പോഴും നമുക്ക് ടീമിൻ്റെ മുന്നോട്ട് പോക്കിന് ഒക്കെ ഒരു കാരണമാകുക. ഇപ്പം നമ്മൾ എക്സാമ്പിൾസ് ഞാൻ പറയാം, ഇപ്പോൾ ജംഷഡ്പൂർ ആണെങ്കിലും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒക്കെ ആണെങ്കിലും നമ്മളെക്കാൾ ബെറ്റർ പെർഫോമൻസ് നടന്ന ടീമുകളാണ്. അവരുടെ ഒരു ഫോറിൻ പ്ലേയേഴ്സ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ഒരു ടോപ്പാണോ? ചില ടോപ്പ് പ്ലേയേഴ്സൊക്കെ ഉണ്ട്, ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ നോക്കുകയാണെന്നെങ്കിൽ ഉണ്ട്. എങ്കിൽ കൂടി ആ ഒരു ബാലൻസ് ഉള്ളത് എപ്പോഴും ആ ഒരു ടീമിന് നല്ലതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മാനേജിങ് സ്കില്ല് ഈ കോച്ചിന് വേണം. ഇപ്പോൾ ഒരു മാച്ചിൽ ലൂണെ ബെഞ്ച് ചെയ്യാൻ തയ്യാറാകണം, നോവയെ ബെഞ്ച് ചെയ്യാൻ തയ്യാറാകണം. പല പ്ലേയേഴ്സിനെയും ബെഞ്ച് ചെയ്തിട്ട് ഈ 6 പ്ലേയേഴ്സിനും ആ ഒരു ഈക്വൽ പ്രയോറിറ്റി, അങ്ങനെ ഒരു ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ഏത് ടീമിനെതിരെയാണ് കളിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാകണം. അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക.